പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 16 ബുധൻ. പ്രധാന വാർത്തകൾ. വിഷു ആഘോഷപൂർവ്വം കൊണ്ടാടി ഒമാനിലെ പ്രവാസി മലയാളികൾ. കണിക്കൊന്നയും കണിവെള്ളരിയും ഒക്കെയായി വിഷുക്കണിയും വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി പ്രവാസി കുടുംബങ്ങളിൽ വിഷു ആഘോഷം കെങ്കേമമാക്കി. പാരമ്പര്യ തനിമയുള്ള കസവുമുണ്ടും കൈത്തറി വസ്ത്രങ്ങളും അണിഞ്ഞ് രാവിലെ മുതൽ കുട്ടികളും മുതിർന്നവരും ഒരുങ്ങി നിന്നു. അവധി ദിനമായിരുന്നില്ലെങ്കിലും പലരും അവധിയെടുത്താണ് ആഘോഷത്തിൽ പങ്കുചേർന്നത്. സുഹൃത്തുക്കളും കുടുംബങ്ങളും ചേർന്ന് വിഷു കൂടുതൽ ഗംഭീരമായി. ഹോട്ടലുകളിൽ സദ്യ ഒരുക്കിയിരുന്നതിനാൽ തന്നെ വലിയ ആശ്വാസമായിരുന്നു. പലരും വീടുകളിൽ തന്നെ സദ്യ ഒരുക്കിയെങ്കിലും ചിലർ ഹോട്ടലുകളിൽ നിന്ന് പാഴ്സൽ ആയി സദ്യ സംഘടിപ്പിച്ചു. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമായതിനാൽ ആഘോഷത്തിൽ നാടണിഞ്ഞവരും നിരവധിയാണ്. പ്രവാസി കൂട്ടായ്മകളുടെ വിഷു ആഘോഷങ്ങൾ വാരാന്ത്യങ്ങളിലും തുടരും. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർഖ വിലായത്തിൽ ടയർ ഫാക്ടറിക്ക് തീപിടിച്ചു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ആളപായങ്ങളില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അഗ്നിശമന സേനയുടെ ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. പ്രദേശത്താകെ പുക നിറഞ്ഞു. തീപിടുത്ത കാരണം വ്യക്തമല്ല. കുടുംബത്തോടൊപ്പം സഞ്ചരിക്കവേ വാഹനം ഒട്ടകത്തിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി ഒമാനിൽ മരിച്ചു. താമരക്കുളത്തെ ജോസഫ് വിക്ടർ 37 വയസ്സാണ് മസ്കത്ത് ഗുബ്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. കഴിഞ്ഞ മാസം 26-ന് രാത്രിയിൽ ഇബ്രിയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകുന്ന പാതയിൽ സഫയിൽ എത്തുന്നതിന് മുമ്പായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ജോസഫ് വിക്ടറിനെ ആദ്യം ഇബ്രി ആശുപത്രിയിലേക്കും പിന്നീട് ഗുബ്രയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ഇബ്രി അപ്ലൈഡ് സയൻസിൽ മെയിൻ്റനൻസ് സൂപ്പർവൈസറായിരുന്നു. പിതാവ് വിക്ടർ ഫ്രാൻസിസ്, മാതാവ് മോളി വിക്ടർ, ഭാര്യ മേറി അഗ്നസ് ജോസഫ്, മക്കൾ ജെസീക്ക ജോസഫ്, ജെനീക്ക ജോസഫ്, സഹോദരൻ വിക്ടർ ബ്രൂണോ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അമേരിക്കൻ ഡോളറിന്റെ വ്യാജ നോട്ടുകൾ കൈവശം വയ്ക്കുകയും മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈജിപ്ത് പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ROP എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ആണ് ഇയാളെ പിടികൂടിയത്. വലിയ തോതിൽ വ്യാജ നോട്ടുകൾ കണ്ടുകെട്ടി പ്രതിക്കെതിരെ പോലീസ് നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. സ്വദേശി പൗരനെ കാണാതായതായി പരാതി. മസ്കത്ത് ഗവർണറേറ്റിലെ ആമിറാത്ത് 6 ഏരിയയിൽ നിന്ന് സയീദ് ബിൻ ഹമൂദ് ബിൻ ഹമീദ് അൽ നഅമാനി ഈ മാസം 11 വെള്ളിയാഴ്ച മുതൽ കാണാതായിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പോയ ഇവർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. കാണാതായ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ റോയൽ ഒമാൻ പോലീസുമായി ബന്ധപ്പെടുകയോ 9999 എന്ന നമ്പറിൽ അറിയിക്കുകയോ വേണമെന്ന് ROP പബ്ലിക് റിലേഷൻ ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നെതർലൻഡിലെ ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ആംസ്റ്റർഡാമിലെ റോയൽ പാലസിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. കൊട്ടാരത്തിൽ എത്തിയ സുൽത്താനെ നെതർലൻഡ്സ് രാജാവ് വില്ലം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും ഊഷ്മളമായി സ്വീകരിച്ചു. സുൽത്താനും ഔദ്യോഗിക പ്രതിനിധി സംഘത്തിനും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച ഇരുവരും സുഖകരമായ താമസം നേരുകയും ചെയ്തു. അമേരിക്ക ഇറാൻ ആണവ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചതിന് ഒമാന് നന്ദി അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിനെ ഫോണിൽ വിളിച്ചാണ് ഒമാന്റെ ശ്രമങ്ങളെ ട്രംപ് പ്രശംസിച്ചത്. അടുത്ത ശനിയാഴ്ച മസ്കത്തിൽ 2ാം ഘട്ട ആണവ ചർച്ച നടക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മസ്കത്തിൽ നടക്കുന്ന US ഇറാൻ 2ാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപ് ഒമാൻ സുൽത്താനെ ഫോണിൽ വിളിച്ചത്. സംഭാഷണത്തിന്റെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ട്രംപ് നന്ദി പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഒമാന്റെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ഉദ്ദേശിച്ച ഫലങ്ങൾ കൈവരിക്കുന്നതിനായി ഈ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നഗരത്തിലും പരിസരങ്ങളിലും തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിന് കമ്പനികൾക്കായുള്ള ടെൻഡർ പ്രഖ്യാപിച്ച് മസ്കത്ത് മുനിസിപ്പാലിറ്റി.
പൊതുജന സുരക്ഷയും മൃഗക്ഷേമവും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഒമാന്റെ ടെൻഡർ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുക. അപേക്ഷകൾ ഔദ്യോഗിക ടെൻഡറിംഗ് പോർട്ടൽ വഴി സമർപ്പിക്കണം. കർശനമായ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തെരുവ് നായ്ക്കളെ പിടികൂടി റിഫ്ക് സർവീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യേണ്ടത്. നഗരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മസ്കത്ത് മുനിസിപ്പാലിറ്റി റിഫ്ക് കഴിഞ്ഞ വർഷം അവസാനത്തോടെ തുടക്കം കുറിച്ചിരുന്നു. അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾക്ക് മികച്ച സംരക്ഷണം നൽകുന്ന അന്താരാഷ്ട്ര പരിപാടികളാണ് മുനിസിപ്പാലിറ്റി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അഴിച്ചുവിട്ടിരിക്കുന്ന പൂച്ച, നായ, മറ്റു മൃഗങ്ങൾ എന്നിവയുടെ പുനരധിവാസമാണ് റിഫ്ക് സേവനം ഉപയോഗപ്പെടുത്തുക. അവയുടെ സംരക്ഷണം ഉറപ്പാക്കുകയും പദ്ധതിയുടെ ഭാഗമാണ്. അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ മൂലം ഉടലെടുക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും പൊതുജന സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.